എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? ഇന്നൊരു ഒനിയൻ മസാലയാണ് കാണിക്കുന്നത്. ചപ്പാത്തിക്കോ അപ്പത്തിനോ ഇടിയപ്പത്തിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇത് കഴിക്കുന്നവർക്ക് പോലും അറിയില്ല ഇത് എന്ത് വെച്ച് ഉണ്ടാക്കിയെന്ന്. അത്ര ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, ഉഴുന്ന് ഇടുക. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. വെളുത്തുള്ളി ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് എരിവുണ്ടെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 4 വരെ ചേർക്കാം. അത് കഴിഞ്ഞ് സവാള 2 എടുത്തിരിക്കണേ. 3 എടുത്താൽ കുഴപ്പമില്ല, പക്ഷെ ഒരു ചെറിയ മധുരം ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തേക്കണേ. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റുക കേട്ടോ. ഇത് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് കലക്കി വെച്ചത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കാരണം ഇത് ദോശയ്ക്കോ ഒന്നും നമുക്ക് അരച്ച് വയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ദോശയായിട്ടോ അപ്പമായിട്ടോ ഒക്കെ ഉണ്ടാക്കാം. സോഡാപ്പൊടി ഈസ്റ്റോ ഒന്നും വേണ്ട, അധികം നേരം റെസ്റ്റും ചെയ്യേണ്ട. അതിൻ്റെ ആ റെസിപ്പിയുടെ കൂടെ ഞാനൊരു സ്പെഷ്യൽ കറിയായിട്ട് വേറൊരു എപ്പിസോഡിൽ വരാം കേട്ടോ. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. പക്ഷെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കൊണ്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നിയോണ്ടാണ്. അതുകൊണ്ട് ചിലതൊക്കെ ഇതിൽ മിസ്സായി പോയിട്ടുണ്ട്, അതൊക്കെ ക്ഷമിക്കാം കേട്ടോ. ഇനി ഞാൻ ആ സവാളയൊക്കെ നന്നായി വഴണ്ടി വരുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതാണ് പറഞ്ഞത്. വഴണ്ടി വരുമ്പോഴേക്കും 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്തേക്കണേ കേട്ടോ. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതിൻ്റെ കളറ് ചേഞ്ച് ആവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി വഴണ്ടി ഇങ്ങനെ വരുമ്പോൾ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ സവാള. എനിക്കിതൊന്നും അറിയില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു കല്യാണം കഴിയുമ്പോൾ. കുക്കിങ്ങൊക്കെ അത്ര വശമില്ലായിരുന്നു. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ എന്തുണ്ട് അത് വെച്ച് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പഠിക്കണം എന്ന് അമ്മ പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്തതാട്ടോ. അതിന് എന്താ പറയുക, ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട് ആ വാക്കുകളൊക്കെ എനിക്ക് പിന്നീട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായി വഴണ്ടി വരുമ്പോഴേക്കും ഉണ്ടല്ലോ 1.5 സ്പൂണ് കടലമാവ് ചേർത്തിരിക്കണം കേട്ടോ. കടലമാവ് ആണ് ഏറ്റവും ബെസ്റ്റ് ഇതിന്, നല്ല ടേസ്റ്റും ഇതൊക്കെയാണ്. നമ്മളിതിൽ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ദാലോ ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. ഇനി കടലമാവ് ഇല്ലെങ്കിൽ നമുക്ക് 1.5 സ്പൂൺ അരിപ്പൊടി ചേർക്കാം കേട്ടോ. പക്ഷേ അതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ലായിരിക്കാം, എന്നാലും ഞാൻ ചെയ്യാറുണ്ട് ഇല്ലാതെ വരുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം, അത് ആ പച്ച ടേസ്റ്റൊക്കെ മാറണ വരെ വഴറ്റണം കേട്ടോ. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചത് പച്ചവെള്ളം ഒഴിക്കാം, പക്ഷേ അത് വേറൊരു ടേസ്റ്റ്. എനിക്ക് എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഇഷ്ടം. എന്നിട്ട് ഒരു വിസിൽ വരണവരെ വേവിക്കാം കേട്ടോ. ഇങ്ങനെ അമ്മ പറഞ്ഞു തന്നതല്ല കേട്ടോ. ഇത് സമയം ലാഭിക്കാനും പിന്നെ ഗ്രേവി ഒരു തിക്കാവും. പിന്നെ ഇത് സവാളയാണെന്ന് പോലും ആർക്കും അറിയാൻ പറ്റില്ല. പിന്നെ സമയം ഞാൻ പറയാമല്ലോ, നമുക്ക് കുറച്ച് സമയത്തൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കുക്കർ വളരെ ഉപകാരമാണ്. ഇത് 1 പിടി തേങ്ങ, ചട്നി അരയ്ക്കണ അത്രയും തേങ്ങ വേണ്ടി വേണ്ട. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. 1 പച്ചമുളക് ചേർക്കാം, ഞാൻ പകുതി ചേർത്തിട്ടുള്ള എരിവുള്ളതുകൊണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി. ഇതിലും ഞാൻ പറയാം വെളുത്തുള്ളി വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. പെരിഞ്ജീരകം ഞാൻ ഇടണത് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് പിന്നീട് ഒരു നുള്ളു കാണിച്ചത്. എന്നിട്ടത് നല്ല പേസ്റ്റാക്കി അരച്ചിട്ട് വന്നിട്ട് നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആ പേസ്റ്റ് ചേർക്കുക. പേസ്റ്റ് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ട് നന്നായി തിളയ്ക്കൊന്നും വേണ്ട, നല്ല മാർബിളിൻ്റെ ഒരു ഷെയ്ഡൊക്കെ വരും ഇളക്കുമ്പോൾ. എന്നിട്ട് നന്നായി ഇങ്ങനെ ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് സെർവ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 2 തണ്ട് മല്ലിയില ചേർത്തിരിക്കണേ. അരിഞ്ഞിടാനൊന്നും നിന്നില്ല. ഒന്നാമത് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇത്തിരി ടയേർഡാവും. അതുകൊണ്ട് കറി റെഡി ആയിട്ടുണ്ട്. നല്ല കളറില്ലേ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ ഈ ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും ഒന്നും പെട്ടെന്ന് ചെയ്യാനില്ലാതെ വരുമ്പോഴൊക്കെ ഇതുപോലെയുള്ളതൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കാണിക്കുന്നതെല്ലാം സിമ്പിളായ കറികളൊക്കെ കേട്ടോ. എന്ന് വെച്ച് അപ്പം ഉണ്ടാക്കുവാണ്. അപ്പോൾ മറിച്ചൊന്നും ഇടണ്ട, ഇതും പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് എല്ലാവരും